കുമാർ കെ ചോദിക്കുന്നു. വിജയ് ഷഫീസ് പറയുന്നു ഏറ്റവും അഗ്രസീവായ ലീഡർ കെ സുധാകരൻ. വെൽക്കം കെ സുധാകരൻ. താങ്ക് യു. കേരളത്തിലെ കോൺഗ്രസിന്റെ നേരിട്ട് ചോദിച്ചാൽ KPCCയുടെ നിയുക്ത അധ്യക്ഷനെയാണോ ഞാൻ ഇപ്പോൾ അഭിമുഖം ചെയ്യുന്നത് എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ ഒരു കാര്യം ഞാൻ പലപ്പോഴും മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് ഒരു ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി സബ്ജക്റ്റ്, നേരിട്ടൊരു ഡയലോഗ് ഇതുവരെയും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരുപാട് ലീഡേഴ്സ് കാണുമ്പോൾ ഒക്കെ സംസാരിക്കും. ഏറ്റവും ഒടുവിൽ താരിഖ് അൻവറും സംസാരിച്ചിരുന്നു. അവിടെയൊക്കെ സംസാരിക്കുമ്പോഴും എന്നെ അങ്ങനെ പ്രസിഡന്റ് ആക്കണം എന്നൊരു അജണ്ട AICC നേതൃത്വത്തിനുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നിലവിലുള്ള സാധ്യത വെച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത ഏറിയിരിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അതിനെ ആശ്രയിച്ചിരിക്കും. അത് അദ്ദേഹത്തിൻ്റെതാണ് തീരുമാനം. അതിനകത്ത് അദ്ദേഹത്തെ നിർബന്ധിക്കാനൊന്നും ആർക്കും പറ്റില്ല. അദ്ദേഹം സ്വയം തീരുമാനിക്കുന്നത് എന്താണോ അങ്ങനെ തീരുമാനിച്ചാലും ഓൾട്ടർനേറ്റീവ് ഏത് എന്നതിനെക്കുറിച്ച് AICC വൃത്തങ്ങൾ തീർച്ചയായും. പക്ഷേ കെ സുധാകരൻ കണ്ണൂരിന്റെ മനസ്സറിഞ്ഞ രാഷ്ട്രീയ നേതാവാണ്. കണ്ണൂരിന്റെ പൊളിറ്റിക്കൽ പൾസ് കഴിഞ്ഞ തവണ 1196 വോട്ടിനാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ സതീശൻ പാച്ചേനിയെ പരാജയപ്പെടുത്തുന്നത്. ഇത്തവണ കണ്ണൂർ തിരിച്ചുപിടിക്കാനുള്ള ഏറ്റവും നല്ല കാൻഡിഡേറ്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണെന്ന് കെ സുധാകരനും അറിയാം. അല്ല, ഞങ്ങൾ മുല്ലപ്പള്ളി രാമചന്ദ്രനെ വെൽക്കം ചെയ്തിട്ടുണ്ടല്ലോ. ഞാനാണ് ആദ്യം പറഞ്ഞത് മുല്ലപ്പള്ളി മത്സരിക്കണം എന്നാരോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മത്സരിക്കാൻ മുല്ലപ്പള്ളി റെഡിയാണെങ്കിൽ കണ്ണൂരിൽ കൊണ്ടുവന്ന് വിജയിപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഞാൻ ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ മുല്ലപ്പള്ളി മത്സരിച്ചാൽ എത്ര ഭൂരിപക്ഷം? എങ്ങനെ പോയാലും മോർ ദൻ 10,000. എങ്ങനെ പോയാലും മോർ ദൻ മിനിമം അറിയുന്നത് മിനിമം 10,000 എബോവ് അല്ലാതെ ഒരു കാരണവശാലും താഴോട്ട് പോകില്ല. കടന്നപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചു വന്നതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം, അന്നത്തെ സാഹചര്യം മെന്റലി ഡിഫറൻ്റ് ആണ്. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം, കണ്ണൂർ ഹെഡ്ക്വാർട്ടർ അതൊരു UDFന്റെ കൊട്ടക്കൊത്തളം തന്നെയാണ് അന്നും ഇന്നും എന്നും. കടന്നപ്പള്ളി കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും നേരിട്ടറിയാവുന്ന കോൺഗ്രസ് വിരുദ്ധ ചേരിയിലെ ഒരു നേതാവാണ് ശ്രീ കടന്നപ്പള്ളി. ആ ബന്ധം അദ്ദേഹത്തിന് വിനിയോഗിക്കാം. അന്നത്തെ ചുറ്റുപാടിൽ സതീശൻ പാച്ചേനി കടന്നു വരുമ്പോഴും സതീശൻ പാച്ചേനി അന്നവിടെ അത്ര ലൈവായി കണ്ണൂർ ടൗണിൽ ലൈവായ ഒരു പൊളിറ്റീഷ്യൻ അല്ല. ഇന്ന് ഓരോ ദിവസവും സംഘടനാ പ്രവർത്തനത്തിലൂടെ സതീശൻ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ലൈവ് പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തെ അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ ആരുമില്ല. ഈ മുല്ലപ്പള്ളി കണ്ണൂരിൽ മത്സരിക്കുന്നതിന് മുല്ലപ്പള്ളിക്ക് ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ല. ഒരിക്കലും ഒരു ആശങ്കയുമില്ല. അദ്ദേഹത്തിന് ആശങ്ക ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കുകയില്ല. കണ്ണൂരിൽ മുല്ലപ്പള്ളി മത്സരിക്കുമ്പോൾ അങ്ങ് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറും. താരിഖ് അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും മുല്ലപ്പള്ളി മത്സരിക്കുമ്പോഴും മത്സരിച്ചാലും സ്ഥാനാർത്ഥിയായാലും പ്രസിഡന്റ് പദവി തുടരുന്നതിന് പ്രശ്നമില്ല എന്ന് അദ്ദേഹം വ്യക്തവരുത്തിയിട്ടുണ്ട്. ശ്രീ കെ സുധാകരൻ, അങ്ങ് കേരളത്തിലെ ഏറ്റവും അഗ്രസീവായ കേരളത്തിലെ അണികൾ കെ സുധാകരനെ പോലെ വളരെ ശക്തനായ ഒരു നേതാവിനെ കേരളത്തിന്റെ കോൺഗ്രസ് സംഘടനയുടെ അമരത്ത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വളരെ ക്രൂഷ്യലാണ്. അങ്ങ് പറഞ്ഞതുപോലെ നിർണായകമാണ്. ഇത്തവണ കേരളത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ BJPയിലേക്ക് കേരളത്തിലെ ഒരു പ്രബല വിഭാഗം പോകുമെന്ന് അങ്ങേക്ക് പറയാം, ശരിയല്ലേ? അല്ല, അത് സ്വാഭാവികമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇന്നലെ രാഹുൽജി പറഞ്ഞില്ലേ, രാഹുൽജി ഇന്നലെ എന്താ പറഞ്ഞത്? രാഹുൽജി പറഞ്ഞതും ഞാൻ പറഞ്ഞത് ഒന്ന് തന്നെയാണ്, ഒരേ കാര്യമാണ്. കാരണം വെച്ചാൽ അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ BJP വളർന്നെങ്കിൽ BJPന്റെ അകത്തേക്ക് പോയിരിക്കുന്നത് ഏറെയും ജനാധിപത്യ മതേതര ശക്തികളിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് പക്ഷേ ഇതുവരെ കേരളത്തിൽ അത് വന്നിട്ടില്ല. പക്ഷേ കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതായാൽ അവരുടെ മുന്നിലുള്ള മറ്റൊരു ഏക സാധ്യത BJP ആയിരുന്നു. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മനസ്സിൻ്റെ അകത്ത് രാഷ്ട്രീയ എതിരാളി എന്ന് പറയുന്നത് CPM ആണ്. അവരുടെ തെറ്റായ രാഷ്ട്രീയ സമീപനം കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ മനസ്സിൻ്റെ അകത്ത് എന്നും അവർ ശത്രുപാളയത്തിലാണ് എന്ന് ഉറച്ച വിശ്വാസം ഓരോ കോൺഗ്രസുകാരുടെ മനസ്സിൻ്റെ അകത്തും ദൈനംദിന പ്രവർത്തനം കൊണ്ട് CPM സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ CPM വിരോധമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ഒരുപക്ഷെ പരാജയപ്പെടുകയാണെങ്കിൽ, ഒരു പക്ഷേ മാത്രം പരാജയപ്പെടുകയാണെങ്കിൽ BJP സ്വാഭാവികമായും തെരഞ്ഞെടുക്കാനുള്ള കാരണം. അല്ല, പരാജയപ്പെടും എന്ന വാദത്തോട് 1% പോലും എനിക്ക് യോജിപ്പില്ല. കാരണം ഇന്നത്തെ കേരള രാഷ്ട്രീയം വളരെ ക്ലിയറാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഒരു മാനദണ്ഡം നമുക്ക് ഇതിൻ്റെ അകത്ത് ആശ്രയിക്കുന്നത് ശരിയല്ല. എന്തുകൊണ്ട് ചോദിച്ചാൽ കോവിഡിൻ്റെ പ്രതിരോധ സമയത്താണ് ഈ ഇലക്ഷൻ വന്നത്. ആ സമയത്ത് നമുക്കൊന്നും
UDFന്റെ പ്രവർത്തകർക്ക് പ്രത്യേകിച്ചും ഗ്രാമങ്ങളിൽ പോകാൻ, വീടുകളിൽ പോകാൻ, വോട്ടർമാരെ കാണാൻ, വോട്ട് ചോദിക്കാൻ, രാഷ്ട്രീയം പറയാൻ, ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സന്ദർഭവും സാഹചര്യവും നമുക്കുണ്ടായിട്ടില്ല. എന്നാൽ വീടുകളിൽ പോകാൻ വളണ്ടിയർ കാർഡ് കൊടുത്ത് പോകുന്നവർ CPMന്റെ ആളുകൾ മാത്രമാണ്. അത് ഈ വിഷയമടക്കം ഗ്രാമീണ തലത്തിൽ കോൺഗ്രസിലെ നേതാക്കളെയോ പ്രചരണത്തിനിറങ്ങുന്ന ആളുകളെയോ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുമില്ല. കാരണം ഗ്രാമീണ മേഖലയിൽ ഇപ്പോഴും കോൺഗ്രസിന് ആ തരത്തിലുള്ള ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അത് ഇനി എവിടെയാ ഉള്ളത്? ഞങ്ങൾ അതിന്റെ വഴിയിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾക്കിപ്പം രാഷ്ട്രീയ അന്തരീക്ഷം അതുപോലെ കോവിഡിന്റെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് കുറെ ക്ലിയറായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് എവിടെയും പോകാം, ആരെയും കാണാം, ആരോട് സംസാരിക്കാം. ഞങ്ങളിപ്പോ ഞാൻ പറയുന്നു, കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിലും AICC നേതൃത്വം ഇത്ര കീനായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ശ്രദ്ധാപൂർവം നേതാക്കന്മാരെ ഇട്ട് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല. കെ സുധാകരൻ KPCCയുടെ തലപ്പത്തേക്ക് എത്തുകയാണെങ്കിൽ ആദ്യം ഫോക്കസ് ചെയ്യാൻ പോകുന്നതും ഗ്രാമീണ മേഖലയിൽ ഈ കോൺഗ്രസിന്റെ 100% അടിസ്ഥാനത്തെ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യത്തെ, ഗ്രാസ് റൂട്ടിലുള്ള സംഘടനാ ശേഷിയെ മെച്ചപ്പെടുത്താൻ 100%. ഈ കോൺഗ്രസിന്റെ ഭരണഘടന അനുസരിച്ച് ഏറ്റവും പ്രൈം ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ മണ്ഡലവും ബൂത്ത് കമ്മിറ്റികൾ. കെ സുധാകരന്റെ ഉള്ളിലുള്ള കോൺഗ്രസിന്റെ സംഘടനാ ബോധവും സംഘടനാ പാരമ്പര്യവും അങ്ങയുടെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്ന പക്ഷം താങ്കൾക്ക് സംഘടനാ തലത്തിൽ ഗ്രാമീണ മേഖലയിൽ ഇതിനെ പുനഃസംഘടിപ്പിക്കാനുള്ള കരുത്തും പ്ലാനുമുണ്ട്. നിശ്ചയമായി പ്ലാൻ എന്നല്ല, അത് നടപ്പിലാക്കാൻ എളുപ്പമാണ്. മനസ്സ് വെച്ചാൽ അത് എളുപ്പമാണ് നടപ്പിലാക്കാൻ. നമ്മൾ സാധാരണ ജനങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ അടിത്തറയിലെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒരുപാട് അകന്നു പോയിട്ടുണ്ട്. ആ അകന്നു പോയത് ബൂത്ത് തലത്തിലുള്ള സംഘടനാ മിഷനറിയുടെ അപര്യാപ്തതയാണ്. ബൂത്ത് തലത്തിൽ സംഘടനാ മിഷനറി പെർഫെക്റ്റ് ആയാൽ സ്വാഭാവികമായും ജനസംസർഗം, ജനങ്ങളുമായുള്ള ബന്ധം പാർട്ടിക്ക് തിരികെ കൊണ്ടുവരാൻ എളുപ്പമാണ്. ഈ പാർട്ടിക്ക് ജനങ്ങളുമായിട്ടുള്ള ആത്മബന്ധം അകന്നു പോകുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ ഒരു പക്ഷേ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന നേതൃത്വത്തിന് ഇല്ലാതെ പോയതും ഒരു കാരണമാണ്. അത് സ്വാഭാവികമാണ്. കാരണം കോൺഗ്രസിനകത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പില്ല. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരുടെ തെരഞ്ഞെടുപ്പിന്റെ അകത്തൊന്നും പ്രവർത്തകന്മാർക്കൊരു താല്പര്യമില്ല. അവർ സ്വാഭാവികമായും ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് കോൺഗ്രസിന്റെ താഴെത്തട്ടിലെ നേതൃത്വം വളരെ വളരെ അകന്നു പോയിട്ടുണ്ട്. ഇന്നിപ്പോ ഞാൻ വളരെ സംതൃപ്തനാണ്. ഞാൻ ഒരുപാട് മണ്ഡലത്തിൽ, ഞാൻ എൻ്റെ കണ്ണൂർ ജില്ലയിലെ മണ്ഡലത്തിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ബൂത്ത് കമ്മിറ്റി സുസജ്ജമാണിപ്പോ. CPMന് അപ്രതിരോധ്യമായ ചില കോട്ടകളുണ്ട്, പാർട്ടി ഗ്രാമങ്ങൾ. ആ പ്രധാനപ്പെട്ട കുറെ പാർട്ടി ഗ്രാമങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കോൺഗ്രസിന്റെ സംഘടനാ മിഷനറി ബൂത്ത് തലത്തിൽ വളരെ വളരെ കാര്യക്ഷമതയുള്ള കമ്മിറ്റി രൂപം കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, നിലവിൽ അങ്ങയുടെ ഈ രാഷ്ട്രീയ സംഘടനാ ബോധമനുസരിച്ച് സ്ഥാനാർത്ഥിയായ ഒരാൾ മത്സരിക്കുമ്പോൾ സംഘടനയുടെ തലപ്പത്ത് ഇത്തരം കാര്യങ്ങളെ പൂർണ്ണമായും ജാഗ്രതയോടുകൂടി നോക്കി പരിപാലിക്കാൻ ഒരു സ്വതന്ത്ര ചുമതലയുള്ള, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ നോക്കി നടത്താൻ പൂർണ്ണ സമയം മണ്ഡലത്തിലല്ലാതെ കേരളം മുഴുവൻ ഓടി നടക്കാൻ ശേഷിയുള്ള ഒരു സംഘടനാ നേതാവ് തന്നെ ആയിരിക്കണ്ടേ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത്? ഓരോ നേതാവിന്റെയും പ്രവർത്തന ശൈലി വ്യത്യസ്തമാണ്. ഓടി നടന്ന് സംഘടിപ്പിക്കുന്ന, ആവേശം കൊടുക്കുന്ന, പ്രവർത്തിപ്പിക്കുന്ന, മേൽനോട്ടം വഹിക്കുന്ന നേതാക്കന്മാരുണ്ട്, ഓടി നടന്ന്. എന്നാൽ ഇരുന്ന കസേരയിൽ ഇരുന്ന് വളരെ സ്ട്രിക്റ്റായി താഴെത്തട്ടിൽ പാർട്ടിയെ നിയന്ത്രിക്കാൻ കപ്പാസിറ്റിയുള്ള നേതാക്കന്മാരും നമ്മുടെ പാർട്ടിക്കകത്തുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇതിൽ ഏതാണ്? മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇത് രണ്ടിലും പെട്ട ആളാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒഴിയേണ്ടതില്ല KPCC. എനിക്കദ്ദേഹം ഒഴിയണമെന്ന് ഒരു കാരണവശാലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒഴിയണമെന്ന് ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ വിചാരങ്ങൾക്കോ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കോ എതിരായി ഒരു നിമിഷം പോലും ചിന്തിച്ചിട്ടില്ല. അതിനെ മനസ്സ് നോവിക്കാൻ ഞാൻ ഇല്ലാതെ. കെ സുധാകരന്റെ രാഷ്ട്രീയ സംഘടനാ ബോധ്യമാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി വരുമ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് മറ്റൊരാൾ വരുന്നതല്ലേ നല്ലത്? അതിപ്പം ഡിപ്പെൻഡ്സ് ഓൺ. ഇത് പ്രത്യേകിച്ച് വാർ ഫൂട്ടിംഗ് ആണ്. വാർ ഫൂട്ടിംഗ് ആണെങ്കിലും ഒരു പ്രവർത്തന ശൈലിക്ക് വടക്കൻ മേഖലയിലെത്തണം, തീരദേശ മേഖലയിലെത്തണം, ഹൈറേഞ്ചിൽ നിന്ന് അടർന്നു പോകുന്ന സംശയിക്കുന്ന പോകണമെന്ന് വിചാരിച്ചാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഓടുന്ന നേതാവാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിരവധി വട്ടം കണ്ണൂരിൽ നിന്നപ്പോഴൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു വിശ്രമരഹിതമായി ഓടുന്ന ഒരാൾ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ സംഘടനയുടെ ഈ പ്രവർത്തന മികവില്ല, ഹൈക്കമാൻഡിന്റെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം ഇത്തവണത്തെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുകയും സൗകര്യം കൊടുക്കുകയും ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന 3 പേരുകളിൽ ഒന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏതാണ്?
അത് പിന്നെ ഒരു ധാരണാപ്പുറത്ത് അങ്ങനെ ആവുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരു ധാരണ AICCയും സംസ്ഥാന നേതൃത്വവും തമ്മിൽ സംസാരിച്ച് ഒരു ധാരണയുടെ പുറത്ത് എങ്ങനെയാവുന്നതിലും കുഴപ്പമില്ല. പാർട്ടിൻ്റെ അകത്തും ഒരു സ്വാഭാവികമായും വിട്ടുവീഴ്ചകൾ ഉണ്ടാവും. തീരുമാനങ്ങൾ ഒരു പ്രഡിക്റ്റഡായ നേരത്തെ പ്രഡിക്റ്റ് ചെയ്തൊരു തീരുമാനമല്ല. ചർച്ച ചെയ്യുമ്പോൾ പുതിയ തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. അതൊക്കെ ഒരു പാർട്ടിയിലെ കെ സുധാകരന്റെ കയ്യിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് താൽക്കാലിക അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ നടപ്പിലാക്കാനുള്ള പദ്ധതികൾ തയ്യാറാണ്. അല്ല, ഇനിയിപ്പോ എന്തെന്നറിയോ, ഇനിയിപ്പോ ഈ ഇലക്ഷൻ എന്ന് പറയുന്നതിന് നമ്മുടെ മുമ്പിൽ ഒരു മാസവും ഒരാഴ്ച 35 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു സംഘടനാ രംഗത്ത് ഒരു പുതിയ നേതൃത്വം, ഒരു നേതാവ്, ഒരു പ്രസിഡന്റായി കടന്നു വന്നിട്ട് ശാസ്ത്രീയമായി ബേസിക്കായി ഒരു റീസ്ട്രക്ചറിങ്ങോ അല്ലെങ്കിൽ പിന്നെ ഒരു വലിയ കാര്യക്ഷമതയുള്ള പ്രവർത്തനവും നടത്താനുള്ള സാവകാശം നമ്മളെ മുമ്പിലില്ല. ഇനി നമുക്ക് പ്രവർത്തകന്മാരെ അവരെ എന്താ പറയാ, അവരെ മാനസികമായി അവരൊന്ന് ഉയർത്തിയെടുക്കാൻ പറ്റുന്ന ഒരോളം സൃഷ്ടിച്ചിട്ടുള്ള പ്രവർത്തനത്തിന് മാത്രമേ ഈ നമ്മുടെ മുമ്പിൽ സമയമുള്ളൂ. ഒരു സ്ട്രെയിറ്റ് ആയ ചോദ്യം, അമിത്ഷായുടെ കൂടെ നിൽക്കുന്നവരാരെങ്കിലും കെ സുധാകരനെ ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സമീപിച്ചിരുന്നു? എന്നെ സമീപിച്ചിട്ടൊന്നുമില്ല. ഒരു തവണ ഫോൺ, ഞാൻ പറഞ്ഞല്ലോ പത്രക്കാരോട്, എനിക്ക് ഇതിനകത്തൊന്നും മറച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ട്രാൻസ്പെറന്റ് ആയ ഒരു പൊളിറ്റീഷ്യനാണ്. എന്നെ കാണണമെന്നും അമിത്ഷായെ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടൊക്കെ വന്നിരുന്നു. എനിക്ക് തന്നെ അറിയില്ല ഈ വന്ന ആളാരാണെന്ന്. അദ്ദേഹം എന്തോ ഒരു കടലാസ്, മഞ്ഞ കടലാസിൽ കുറിച്ചുകൊണ്ടാണ് എന്തോ RSSന്റെ എന്തോ ഒരു ഉത്തരവാദപ്പെട്ട ഭാരവാഹിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ അടുക്ക വരാൻ ധൈര്യം തോന്നി? എന്നെ പോലത്തെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ എങ്ങനെ? എൻ്റെ വീടായത് കൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഞാനിത് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് താങ്കൾക്ക് പോകാം എന്ന് പറഞ്ഞു ഞാനത് മടക്കി അയച്ചു. ഞാനത് അന്നേ എല്ലാവരോടും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ പാർലമെന്റിൽ ഒരുമിച്ച് ഇരിക്കുന്ന 2 MP-മാർ കൂടിയാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രി നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഈ വിഷയം? ഇല്ല, ഒരിക്കലുമില്ല. മുഖാമുഖം കണ്ടാൽ ഞങ്ങൾ ഇന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച ബന്ധമില്ലാത്തില്ല. ചിരിച്ച ബന്ധമില്ല. ന്യൂനപക്ഷ വിരുദ്ധ പരാമർശം ഇത്തവണ വളരെ ശക്തമായ രീതിയിൽ LDF ഉന്നയിക്കുന്നു എന്ന് താങ്കൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്നതിലൂടെ വർഗീയ പ്രചരണത്തിന് ശ്രമിക്കുന്നു. വളരെ മോശമല്ലേ? ഇവർക്ക് എന്ത് BJPയെയും RSSനെയും വിമർശിക്കാൻ ഇവർക്ക് എന്ത് അവകാശമാണ്? ആദ്യം ഇവരെ നന്നാവട്ടെ, ഇവരെ വീട് നന്നാക്കട്ടെ, ഇവരെ മനസ്സ് നന്നാക്കട്ടെ, എന്നിട്ട് മറ്റുള്ളവർ വിമർശിക്കുക. അവനവൻ തന്നെ സ്വന്തം ഈ പാർട്ടി നേതാക്കന്മാരെല്ലാം മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നു എന്ന് വന്നാൽ അത് വർഗീയതയല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ കോൺഗ്രസിന്റെ അകത്ത് സ്വാധീനം ചെലുത്തുന്നു? മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടകകക്ഷിയാ, ഞങ്ങൾ സ്വാധീനം അവർ ചെലുത്തും. അതുകൊണ്ടത് കുഴപ്പം. UDF ജിഹാദികളുടെ പിടിയിലാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ ചീഫ് വിപ്പാണ് PC ജോർജ്. അല്ല, PC ജോർജിന്റെ വായിക്ക് എല്ലില്ലാത്തതിന്റെ ഒരു തെളിവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്തും പറയാം, എന്തും കേവാം. ഇപ്പൊ ഇന്നലെ പറഞ്ഞു കേട്ടില്ലേ, അയാളുടെ സ്ഥാനത്ത് മറ്റൊരു നേതാവ് പറയൂ അത് ഇദ്ദേഹമല്ലാതെ. നേരിട്ട് PC ജോർജ് പറഞ്ഞത് അരുതാത്ത നിലയിൽ ഉമ്മൻചാണ്ടിയെ സെക്രട്ടറി. അത് തന്നെ പറയുന്നത് ഞാൻ. അതൊക്കെ തിരിച്ചും എന്തെല്ലാം പറയാം. അതൊക്കെ രാഷ്ട്രീയത്തിൽ എന്താ പറയാ, ഒരു മുന്നണിയിലേക്ക് കയറി വരുമ്പോൾ ആ മുന്നണിക്ക് കയറി വരാൻ സാധിക്കാത്തപ്പം തന്നെ മാറി നിന്നിട്ട് ഇതുപോലുള്ള വൃത്തികെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ജോർജിനെ പോലത്തെ ഒരു നേതാവിനെ നമ്മളൊക്കെ കോട്ട് ചെയ്യും, നമ്മളൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് തന്നെ ലജ്ജാകരമാണ്. പക്ഷേ UDFിലേക്ക് PC ജോർജിന്റെ വരവിനെ തടഞ്ഞത് ഉമ്മൻചാണ്ടിയാണ് എന്ന് PC ജോർജിനോട് പറഞ്ഞത് താങ്കളാണെന്ന് ഞാൻ കേട്ടു, ശരിയാണോ? ഞാനും അദ്ദേഹവും തമ്മിൽ ഇതുവരെ സംസാരിച്ചിട്ടേ ഇല്ല. ഇത് അടുത്ത കാലമൊന്നും PC ജോർജും ഞാനും തമ്മിൽ സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തെ വേണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് അദ്ദേഹവുമായി സഹവർത്തിത്വത്തിൽ ഏർപ്പെടേണ്ടി വരുന്നൊരു പ്രദേശമുണ്ട്, മധ്യ തിരുവിതാംകൂർ. ആ മധ്യ തിരുവിതാംകൂറിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും ആ തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റൂലേ എന്ന്. വടക്കൻ മലബാറിലുള്ള എനിക്കതിനകത്തൊരു ആധികാരികതയില്ല. അതുകൊണ്ട് എന്നോട് എതിർപ്പില്ല. PC ജോർജ് UDFിലേക്ക് ഇവിടെ ഇപ്പൊ CPM ഉണ്ടാക്കുന്ന മുന്നണി കണ്ടാൽ നമ്മൾ ആര് വരുന്നതിനെയാണ് എതിർക്കുക? നിങ്ങൾ ആലോചിച്ചിട്ട് തത്വാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയമൊക്കെ കളഞ്ഞു കുളിച്ചില്ലേ? ഇടതുപക്ഷത്തിനെ പോലത്തെ ഒരു പാർട്ടി വർഗീയ കാർഡ് ഇറക്കുന്നു രാഷ്ട്രീയ പ്രചരണ രംഗത്ത് നിന്ന് വന്നാൽ പിന്നെ ഇവിടെ ആരും മതേതരത്വത്തിന്റെ വക്താക്കൾ? സാധാരണഗതിയിൽ എന്ത് വന്നാലും, എന്ത് നഷ്ടം വന്നാലും പ്രത്യയശാസ്ത്രപരമായ വീക്ഷണത്തിൽ നിന്നും താത്വികമായ ദർശനങ്ങളിൽ നിന്നും മാറില്ല എന്ന് പറയുന്നവരാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷം ഭരണത്തിന് വേണ്ടി, കാര്യത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയാൻ, എന്തും ചെയ്യാൻ മനസ്സ് കാണിക്കുന്നിടത്ത് ഈ രാജ്യത്തെ രാഷ്ട്രീയം തരം താണിരിക്കുന്നു. ഒരു വർഗീയ പരാമർശത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ PC ജോർജിനെ അധികം കോട്ട് ചെയ്യുന്നില്ല. പക്ഷേ PC ജോർജ് പറഞ്ഞതിൽ ഒരു പോയിന്റ്, UDF ജിഹാദികളുടെ കയ്യിലാണ് എന്ന് PC ജോർജ് വെറുതെ പറഞ്ഞതല്ല. മുസ്ലിം ലീഗിന് UDFിൽ ഒരു അപ്രമാദിത്വം ഉണ്ടാവുന്നുണ്ട് എന്ന രീതിയിലുള്ള ധാരണയും ചർച്ചയും അത് ഇടതുമുന്നണി തുറന്നിട്ടതാണെങ്കിലും
സ്ട്രൈക്ക് റേറ്റ് ഇന്നും കൂടുതലുള്ള പാർട്ടികളിൽ ഒന്നാണ് മുസ്ലിം ലീഗ്. 24 സ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥി നിർത്തിയാൽ 18 വിജയിപ്പിക്കും. 56-90 ഇടങ്ങളിൽ നിന്നാൽ 25 സ്ഥാനാർത്ഥിയെ മാത്രം കിട്ടുന്ന കോൺഗ്രസിന്റെ അവസ്ഥയുണ്ട്. അതൊക്കെ വ്യത്യസ്തമാണ്. മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഒരു കോൺസെൻട്രേറ്റഡ് ഏരിയകളിലാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ നിന്നാൽ അവർ ജയിക്കും. നമ്മളെ വോട്ട് കേരളം മൊത്തം ചിതറിക്കിടക്കുക. UDFന്റെ വോട്ട്, കോൺഗ്രസിന്റെ വോട്ട് കേരളം മൊത്തം ചിതറിക്കിടക്കുകയാണ്. എല്ലാ മതങ്ങളിലും, എല്ലാ ജാതികളിലും, എല്ലാ വർഗ്ഗങ്ങളിലും, വർണ്ണങ്ങളിലും നമ്മളെ വോട്ടുണ്ട്. ഞങ്ങളെ വോട്ടും ഒരു പ്രത്യേക പ്രദേശങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന വോട്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ആ കേന്ദ്രീകരിക്കുന്ന സ്ഥലത്ത് അവർ നിർത്തുന്ന സ്ഥാനാർത്ഥി ജയിക്കും. ഒന്ന്. രണ്ട് മുസ്ലിം ലീഗിനെ ജിഹാദി എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം എന്താ ജിഹാദി എന്ന് പറഞ്ഞ അർത്ഥം? ജിഹാദി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കെന്താ? ആ വാക്ക് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് എങ്ങനെയാ ബാധകമാവുക എന്ന് ജോർജ് പറയണം. ഞാൻ ചോദിക്കുന്നു, ഇവരൊരു വർഗീയവാദികളായിരുന്നു എങ്കിൽ ആ വർഗീയവാദം ഏറ്റവും പരസ്യമായി കേരളത്തിൽ പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരമാണ് നമ്മുടെ ബാബരി മസ്ജിദിന്റെ വിഷയം, അല്ലേ? അങ്ങ് അവിടെ ബാബരി മസ്ജിദ് തകർന്നപ്പോ ഇവിടെ എന്തും ചെയ്യാൻ, ഉത്തര മലബാറിൽ എന്തും ചെയ്യാൻ പ്രാപ്തമായിരുന്നു ഇവിടുത്തെ മുസ്ലിം സമുദായവും അതിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗും. ആ മുസ്ലിം ലീഗ് ഒരു ജിഹാദികളായിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് അമ്പലങ്ങൾ തകരുമായിരുന്നില്ലേ? അമ്പലങ്ങൾ തകർന്നു. അന്ന് ശിഹാബ് തങ്ങൾ നടത്തിയ എന്താ മനസ്സിനെ വികാരം കൊള്ളിച്ച അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട്, ഹൃദയത്തിൽ തൊട്ടൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ ഈ മുസ്ലിം ലീഗുകാർ മാത്രമല്ല, മുസ്ലിം സമുദായത്തിൽ പറഞ്ഞ എല്ലാ ആളുകളെയും ആത്മസംയമനത്തിലേക്ക് കെട്ടിയിട്ടില്ലേ? പക്ഷേ ആ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ മറികടന്ന് ജമാഅത്തുമായി ബാന്ധവം ഉണ്ടാക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിച്ചത് തിരിച്ചടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതെ, അതൊക്കെ സാധാരണഗതിയിൽ ഈ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്കകത്ത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അങ്ങനെ എല്ലാവിടെയൊന്നുമില്ല. ഏതോ ഒരു ചെറിയ കൊച്ചു 3-4 സ്ഥലത്ത് മാത്രം അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ പൊതു സഖ്യമായി അതിനെ ചിത്രീകരിക്കുന്നത് ശരിയല്ല. സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചിട്ടില്ല ആ ബാന്ധവത്തെ. KPCC പ്രസിഡന്റ് സംശയത്തിന് അതീതമായി അദ്ദേഹം 4-5 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസും ജമാഅത്തുകാരും തമ്മിൽ സഖ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താത്വികമായി കോൺഗ്രസ് ജമാഅത്തുകായി ഒരു സഖ്യം ഉണ്ടാക്കാൻ വില്ലിംഗ് അല്ല എന്ന് വ്യക്തമാണ്. പിന്നെ പ്രാദേശിക തലത്തിൽ ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ PDP ഈ പറയുന്ന മുസ്ലിം വർഗീയതയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ നാട്ടിൽ, അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ, എൻ്റെ നാട്ടിൽ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ PDPയുമായി സഖ്യം ചെയ്ത് ആ PDPയുടെ പിന്തുണലല്ലേ ഇന്നിപ്പോ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് BJP CPM ഭരിക്കുന്നത്. അപ്പോൾ ഞാനത് പിണറായി വിജയൻ അറിഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അങ്ങനെ ഉണ്ടാവും. ആ ഒറ്റപ്പെട്ട സംഭവം ഒരു പാർട്ടിയുടെ പൊതുമുഖമായി ചിത്രീകരിക്കുന്നത് തെറ്റാണ്. ഒറ്റ ചോദ്യം, കോൺഗ്രസിന്റെ അധ്യക്ഷനെ നിയന്ത്രിക്കാനോ തീരുമാനിക്കാനോ കഴിയുന്ന വിധത്തിലേക്ക് ലീഗ് വളർന്നു എന്നൊരു വലിയ അസംബന്ധം എന്നല്ലാതെ എന്താ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് UDFന്റെ അകത്ത് കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടി ലീഗാണ്. ഇത് ഇന്നും ഇന്നലെയുള്ള ബന്ധമല്ല ലീഗും നമ്മളും തമ്മിൽ. ഈ മുന്നണി തുടങ്ങി 35 വർഷത്തെ പഴക്കമുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയം തുടങ്ങാൻ പോകുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഞാൻ വരുമ്പോൾ പോലും KSUവിന്റെ ഒരു ലിസ്റ്റ് വരുന്നു, ലതിക സുഭാഷ് സ്ത്രീകളുടെ ഒരു വോട്ട് ലിസ്റ്റുമായിട്ട് വരുന്നു. 50% സ്ത്രീകളെ ഈ തെരഞ്ഞെടുപ്പിൽ നിർത്തി മത്സരിക്കാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ? മഹിളാ കോൺഗ്രസും KSUവും യൂത്ത് കോൺഗ്രസും ലിസ്റ്റ് കൊടുത്തു എന്ന് പറയുന്നതിനകത്ത് തെറ്റില്ല. അവർക്ക് അവരുടെ ഭാഗത്ത് അവരുടെ നേതൃത്വത്തിന് വിശ്വാസമുള്ള ആളുകളെ അവർക്ക് പ്രപ്പോസ് ചെയ്യാം. അത് പ്രപ്പോസ് ചെയ്യുന്ന ലിസ്റ്റ് വെച്ച് എല്ലാവരും എടുക്കണമെന്നല്ല. അതിനകത്ത് ഏറ്റവും കൊള്ളാവുന്ന ക്വാളിഫൈഡ് ആളുകളെ പാർട്ടി സെലക്ട് ചെയ്യും. അന്തിമമായ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന്റെ മാനദണ്ഡം എന്തായിരിക്കും? വിന്നബിലിറ്റിയാണ്, വിജയസാധ്യത. ഇക്കുറിയത്തെ തെരഞ്ഞെടുപ്പിന് വിജയസാധ്യതയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളോ ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഗ്രൂപ്പ് സമവാക്യം ഉണ്ടാകരുതെന്ന് ഞങ്ങൾ കർക്കശമായി തീരുമാനിച്ചിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. ആ തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി, അങ്ങനെ അധികാരത്തിലെത്തുന്ന പക്ഷം ഏറ്റവും കൂടുതൽ MLA-മാർ ഏത് ഗ്രൂപ്പിന്റേതായിരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാവില്ലേ? MLA-മാരുടെ പൾസറിയും അതിനുശേഷം ആ പൾസ് വെച്ച് AICC നേതൃത്വവും ഇവിടുത്തെ സംസ്ഥാന നേതൃത്വവും ഗ്രൂപ്പിന്റെ പൾസ് സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമാവില്ല. ഐ ഗ്രൂപ്പിന്റെ പൾസ് സ്വാഭാവികമായും ഉമ്മൻചാണ്ടിക്കും അനുകൂലമാവില്ല. അതിന് തീരുമാനിക്കാൻ നമുക്കൊരു നാഥനുണ്ട്. ഞങ്ങൾക്ക് അവസാനത്തെ വാക്ക് AICCയുടെ വാക്കാണ്. AICC ആണ് എല്ലാം തീരുമാനിക്കുന്നത്. ഫൈനൽ തീരുമാനം എവിടെയാണ്? 10 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഗംഭീര അരങ്ങേറ്റം കുറിച്ച പോത്തീസ് കൊച്ചിക്കെന്ന് സ്വന്തമാകുമെന്ന് ആശിച്ചവരേറെയാണ്. ഇതാ കൊച്ചിയുടെ ഹൃദയം നിറയ്ക്കാൻ പോത്തീസ് എത്തുന്നു.
ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ വസ്ത്രങ്ങളും ഈ മെഗാ സൈസ് പോത്തീസിലുണ്ട്. പോത്തീസ്, കേരളത്തിന്റെ മഹാവസ്ത്രാലയം, ഇപ്പോൾ കൊച്ചി കലൂർ. അഴകുറ്റ വസ്ത്രങ്ങളുടെ ആലയം പോത്തീസ്. ഇത് ആഭരണത്തെക്കുറിച്ചുള്ളതല്ല, പണത്തെക്കുറിച്ചുള്ളതാണ്. കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് കൊടുക്കുമ്പോൾ അതിന് എവിടെയാണ്? വാർത്തകളുമായി ന്യൂസ് നൈറ്റ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ സമഗ്രമായി. കനത്ത പോളിംഗ്, ഇതോടെ ആഭ്യന്തര പ്രശ്നങ്ങൾ, വാർത്ത വന്ന വഴി, ആ ദിവസം സ്ഥാനാർത്ഥികളും ഭരണാധികാരി, വാർത്തയുടെ ഭാവി, ക്രൈം വാർത്തകൾ, കൊലപാതകം നടന്ന രംഗങ്ങളൊക്കെ തന്നെ പുനരാവിഷ്കരിച്ചു. നാളത്തെ പത്രവാർത്ത, അഭയവാർത്തയാണ് നമ്മൾ പ്രധാനപ്പെട്ട തലക്കെട്ടാക്കുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. രാത്രി ജീവിതങ്ങൾ, കൊച്ചിക്കായലിന്റെ മനോഹര തീരത്തെ രാത്രി കാഴ്ചകൾ, വ്യത്യസ്ത തരത്തിലുള്ള പ്രൊഫൈൽ കേക്കുകളും ടീം കേക്കുകളും, കൗതുക കാഴ്ചകൾ, എല്ലാം 1.5 മണിക്കൂറിൽ ന്യൂസ് വാർത്തകളിലൂടെ. വികസിത രാഷ്ട്രങ്ങളുടെ കുതിപ്പും കിതപ്പും വേറിട്ട അവതരണത്തിലൂടെ, ആഗോള വാർത്തകളുടെ സമഗ്ര രൂപം വ്യക്തമായ വിശകലനങ്ങളിലൂടെ. വേൾഡ് റൗണ്ടപ്പ് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 6:30 24-ൽ. നാടിന്റെ ന്യൂസ് ഡെസ്കിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. സാങ്കേതികത്വത്തിൽ ഇടുക്കിയുടെ ഗതാഗതം നാടറിയട്ടെ. നിങ്ങളുടെ വാർത്തകൾ, വാർത്തകളിലൂടെ നിങ്ങളെയും. അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ കോടികൾ മുടക്കി 24 വാർത്താ സംഘത്തിന്റെ ഭാഗമാകാം. സിറ്റിസൺ ജേർണലിസ്റ്റിലൂടെ വാർത്ത കണ്ട ഉടനെ അധികാരികൾ ഉടൻ തന്നെ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ 1.5 മിനിറ്റിൽ കുറയാത്ത വാർത്താ ദൃശ്യങ്ങളും കുറിപ്പും ഞങ്ങൾക്കയക്കൂ. വാട്സ്ആപ്പ് നമ്പർ 9207787638. പാലക്കാടിൽ നിന്നും സിറ്റിസൺ ജേർണലിസ്റ്റ് പ്രശാന്ത് ജോസഫ്. വിട്ടുകളയരുത് വലിയ വാർത്തകളുടെ വലിയ നേരം. ബ്രേക്കിംഗ് അവേഴ്സ് എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് 24-ൽ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സാങ്കേതിക മികവുള്ള മലയാള വാർത്താ ചാനൽ 24. വാർത്തകളിൽ ടെലി ട്രാൻസ്പോർട്ടിംഗ് സാങ്കേതികത 24-ൽ മാത്രം. ഇന്ത്യയിൽ തത്സമയ ക്യാമറ ട്രാക്കിംഗ് സാങ്കേതിക വിദ്യ 24 മണിക്കൂറും ഉപയോഗിക്കുന്ന ഒരേയൊരു ചാനൽ 24. അന്തർദേശീയ നിലവാരത്തിലുള്ള വെർച്വൽ പ്രൊഡക്ഷൻ, 100% വെർച്വൽ പ്രൊഡക്ഷൻ ലൈവ് ന്യൂസ് ഇവന്റ്. 24, India's first AR/VR news network, the edge of technology. കേരള വാർത്തകൾക്ക് മാത്രമായി ഒരു ബുള്ളറ്റിൻ. വാർത്തകളിലെ മറുമുഖങ്ങൾ തേടി, വാർത്തകളിലെ ഇരുൾവശങ്ങൾ തേടി. കേരളമാകെ 24-ന്റെ വാർത്താ യാത്ര. കേരള സ്പീഡ് ന്യൂസ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 24-ൽ. മലയാള വാർത്താ ചാനലുകളിൽ ഇതാദ്യമായി പ്രതിവാര പ്രീപോൾ സർവേ. കേരളത്തിലെ വോട്ടർമാരെ നേരിട്ട് കണ്ട് 24 റിസർച്ച് ടീമിന്റെ സർവേ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ 24-ൽ മാത്രം. കെന്നി 24 പ്രീപോൾ സർവേ രീതി. ഈ ചോദ്യം തന്നെ അപ്രസക്താണ്. അതിനുശേഷം എത്രയോ ആളുകൾ ജാതി വെച്ച് സംസാരിച്ചു. ഞാൻ എന്ത് തെറ്റാ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഒരു തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വളർന്നു വന്നൊരു നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ പൊതു ഫണ്ട് ദുരുപയോഗം ചെയ്യുന്ന, സ്വന്തം വ്യക്തി താല്പര്യത്തിനും സ്വന്തം സുഖസൗകര്യങ്ങൾക്കും കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിൽ നിന്ന് ദൂർത്തടിക്കുന്നത് ഒരു ജനകീയ നേതാവ്, ഒരു തൊഴിലാളി വർഗ നേതാവിന് ഭൂഷണമാണോ എന്നതാണ് എന്റെ പ്രസക്തമായ ചോദ്യം. അതല്ലാതെ മറ്റെന്താ ഇതിനകത്ത് സാമൂഹ്യശാസ്ത്ര ഘടനയിൽ തൊഴിലും ജാതിയും അഭേദ്യമാവിധം ബന്ധപ്പെട്ടിരിക്കുകയല്ലേ കെ സുധാകരൻ? ആയിക്കോട്ടെ, അതുകൊണ്ട് എന്താ ആണല്ലോ. സ്വാഭാവികമായും എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയന്റെ അച്ഛൻ ചെത്തുകാരനായി തീരുകയും ഉമ്മൻചാണ്ടിയുടെ അച്ഛനും രമേശ് ചെന്നിത്തലയുടെ അച്ഛനും ഒരുപക്ഷെ അധ്യാപകനായി തീരുകയും ചെയ്യുന്ന സാമൂഹിക സാഹചര്യം അല്ല, അതും ഇതും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ ഈ ചോദ്യം നമ്മളെ അങ്ങ് പറഞ്ഞതിന്റെ ധ്വനിയിൽ ഒരു തൊഴിലാളി വർഗ നേതാവിന് ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്നത് ഭൂഷണമാണോ എന്നതാണ്. ഭൂഷണമല്ല, ആവശ്യത്തിന് വേണം. ആവശ്യത്തിന് വേണം. എന്തിനു വേണ്ടി അത് വാങ്ങി വെച്ചു? ഞാൻ ചോദിക്കും, നിങ്ങൾ ഓടാതെ വാടക കൊടുക്കല്ലേ? ഇവിടെ വെച്ചിരിക്കുന്ന ആ ഹെലികോപ്റ്റർ എന്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് തന്നെ നിർത്തിയത്? അന്ന് തന്നെ അത് തിരിച്ചെടുക്കാൻ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ഹി കൺവിൻസ്ഡ്. പക്ഷേ അതുകൊണ്ടല്ലേ. പക്ഷെ നമ്മുടെ മുന്നിൽ രാഷ്ട്രീയ വിവാദമുണ്ട്. ബി.ജെ.പിയുടെ ഉപാധ്യക്ഷൻ പറഞ്ഞിരിക്കുന്ന, ശിവരാജൻ പറഞ്ഞിരുന്നത് എന്താണ്? ഒരു ചെത്തുകാരനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ചോദിച്ചു. ആ പാർട്ടിയുടെ പത്രത്തിലെ കാർട്ടൂൺ പറഞ്ഞത് എന്താണ്? ഈ ചെത്തുകാരനെ മുഖ്യമന്ത്രിയായി തലയിലെടുത്ത് വെച്ചപ്പോൾ ഓർമ്മിക്കുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ അതങ്ങനെ അങ്ങനെ വിളിച്ചു കെട്ടാനൊന്നും നോക്കണ്ട. ബി.ജെ.പിയുടെ പത്രത്തിൽ വന്നതിനൊന്നും കെ സുധാകരൻ മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. അത് ഭാഷ വ്യത്യസ്തമാണ്. ഞാൻ ആ പറഞ്ഞ വാക്കിന്റെ അകത്ത് ഒരു തെറ്റില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവനാണ് ഞാൻ. ആ തെറ്റില്ല എന്നത് അംഗീകരിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതിന് അദ്ദേഹത്തോട് എനിക്ക് നന്ദിയുണ്ട്.
ജാതി എന്നുള്ളത് താങ്കൾ മനസ്സിൽ വന്നതേയില്ല. ഇല്ല, തൊഴിലാളി വർഗത്തെ ജാതി അല്ലല്ലോ പ്രതിനിധീകരിക്കാൻ. തെറ്റുകാരെന്ന് പറഞ്ഞ ജാതിയാണോ? നിങ്ങൾ എന്ത് വ്യാഖ്യാന ഏത് നിഘണ്ടു വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്? എവിടെയാണ് നിങ്ങൾ കാണിച്ചു തരിക എനിക്ക്? ചെത്തുകാരൻ ജാതി ആണ് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ഒരു സവർണ്ണ ജാതി വേറെ. ഞാൻ ചോദിക്കുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയിലകത്ത് ഈഴവനുണ്ട്, ചെത്തുകാരനുണ്ട്, മറ്റു ചില ജോലി ചെയ്യുന്നവരുണ്ട്. ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിലില്ല. ഇവിടെ ഉണ്ടെന്നേ, ഈ ഈഴവ കമ്മ്യൂണിറ്റിയിലുണ്ട്. നായർ community അപ്പൊ നിങ്ങൾ എങ്ങനെ ജാതി എന്ന് പറയുന്നത്? നിങ്ങൾ എങ്ങനെ അത് ദുർവ്യാഖ്യാനം ചെയ്യാണ്? ഏതെങ്കിലും നിങ്ങളെ ദോഷൈക ദൃക്കും നിങ്ങളെ കുശാഗ്ര ബുദ്ധിയും നിങ്ങൾ അതിനെ സമർത്ഥിച്ചിട്ട് അത് ജാതിയാക്കി മാറ്റാൻ പോകുന്നത് ഭാഷയോടും വാക്കുകളോടുള്ള അജ്ഞതയാണെന്ന് ഞാൻ പറയും. അതായത് അങ്ങ് അതിന്റെ സാമൂഹ്യശാസ്ത്ര ചരിത്രത്തെക്കാൾ ഭാഷാപ്രയോഗം മാത്രമാണ് ശ്രദ്ധിച്ചത്. ഭാഷാപ്രയോഗം മാത്രമല്ലാണ്ട് പിന്നെ മനുഷ്യൻ സംസാരിക്കുമ്പോൾ ഭാഷാപ്രയോഗം അല്ലാതെ പിന്നെ ഭാഷാ പണ്ഡിത്യം വെച്ചാണോ സംസാരിക്കുക? ഞങ്ങളൊക്കെ കൊളോക്കിയൽ ലാംഗ്വേജിന്റെ ആളുകളാ. ഞങ്ങളൊക്കെ ഓരോ പ്രദേശത്തും സംസാരിക്കുന്ന ഭാഷ നമ്മുടെ ഭാഷയുണ്ട്. അത് തിരുവിതാംകൂറിലെ ഭാഷയാവില്ല ഇവിടെ, കേരളത്തിലെ ഭാഷയാവില്ല തിരുവിതാംകൂർ. അതിനകത്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റമൊക്കെ ഉൾക്കൊണ്ടല്ലേ നമ്മൾ പോകാറ്. രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം കേരളത്തിലെ കോൺഗ്രസിൽ മൊത്തം ഒരു സജീവമായിട്ടുള്ള ഒരു പ്രചരണത്തിൽ ഒരു ചടുലത വന്നിട്ടുണ്ട്. ആ ചടുലത നിലനിർത്താൻ രാഹുൽ ഗാന്ധി ഈ തിരഞ്ഞെടുപ്പ് അവസാനം സജീവമാകണം എന്നുള്ള അഭിപ്രായം വന്നുകൊണ്ടേയിരിക്കും. അദ്ദേഹം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിരവധി വട്ടം വരും. മിക്കവാറും എല്ലാ ജില്ലകളും അദ്ദേഹം ഒരു തവണയെങ്കിലും ടച്ച് ചെയ്തു പോകും. കെ മുരളീധരൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞൊരു വാചകം, പിഷാരടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് ഇറങ്ങുന്നത് എന്ന് ഒരു പ്രസ്താവന കൊടുത്തു. അല്ല, അതെന്താ, അത് പിഷാരടിക്കുള്ള ഒരു ക്രെഡിറ്റ് ആണ്. പിഷാരടിയെ പോലെ പ്രശസ്തനായ ഒരു സിനിമാ രംഗത്തുള്ള അതികായൻ UDF വേണ്ടി ഇറങ്ങുമ്പോൾ പിന്നെ ഞങ്ങളെ വല്ലതും പ്രചരണത്തിന് എന്ത് വരാന്ന് ചോദിച്ചത് അദ്ദേഹത്തിന് ക്രെഡിറ്റ് ആണ്. പിഷാരടിക്കുള്ള ക്രെഡിറ്റ് ആണ്, പിഷാരടിയുടെ അംഗീകാരമാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. കെ സുധാകരൻ എത്ര സീറ്റ് പ്രഡിക്റ്റ് ചെയ്തു UDF? ഞാൻ എങ്ങനെ പോയാലും ഒരു 80-85 സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 85 സീറ്റുകൾ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഏറ്റവും വലിയ കാരണം ഈ സർക്കാരിനെതിരെ ശക്തമായ ആന്റി ഇൻകുംബൻസി ഇല്ലെങ്കിലും ഭരണ തുടർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കുറവാണ്. ഇനി അത് നമ്മളെ പ്രചരണം കൊണ്ട് ആന്റി ഇൻകംബൻസി ഫാക്ടറിലേക്ക് ഇറ്റ് വിൽ ട്രാൻസ്ഫർ. കാരണം ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം, ചാനലുകളും പത്രങ്ങളും ഒക്കെ വായിക്കുന്നവർ ഒരു 40-45% ആളുകളാണ് ഗ്രാമങ്ങളിൽ. അവരുടെ മുമ്പിൽ ഈ പൊളിറ്റിക്സ് എത്തിക്കണമെങ്കിൽ ഇത്തിരി ഹാർഡ് വർക്ക് വേണം. ഇതുവരെ ചെയ്യാൻ സാധിച്ചില്ല. കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ അത് ആരുടെയും പരാജയമായിട്ടല്ല നമ്മൾ കാണേണ്ടതെങ്കിൽ പോലും സംഘടനാ തലത്തിലുള്ള കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ദൗർബല്യം നഗരങ്ങളിലിരുന്ന് സ്വർണ്ണക്കടത്തിനെ കുറിച്ചും ഡോളർ കടത്തിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ആ വിവരങ്ങൾ അതാതു രീതിയിൽ കിഫ്ബി അടക്കമുള്ള വിഷയങ്ങൾ താഴെത്തട്ടിൽ ഗ്രാമത്തിൽ എത്തിക്കാൻ കഴിയാതെ പോയതാണ്. എക്സാക്ട്ലി അഡ്മിറ്റ് ഇറ്റ്. അതാണ് നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ്. അത് നമ്മളിപ്പോൾ ഈ ഇലക്ഷൻ രംഗത്ത് നമ്മളത് റിക്കവർ ചെയ്തു പോകും. അതിനുള്ള മെക്കാനിസം ഒക്കെ ആയിക്കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, AICCയുടെ ഇന്റർഫിയറൻസ് നമുക്കതൊരു വലിയ പരിധി വരെ താഴെത്തട്ടിൽ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ നടത്താനുള്ള ഒരു മെക്കാനിസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ വി ആർ ഹാപ്പി. നമ്മളത് വി വിൽ അറ്റൈൻ. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. കിറ്റിനെയും പെൻഷനെയും കുറിച്ചുള്ള വോട്ടർമാരുടെ മാനസികാവസ്ഥ എങ്ങനെ മാറി? അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഈ കിറ്റ് ആരും ഇവൻ കൊടുക്കുന്നതല്ലല്ലോ. കിറ്റ് കേന്ദ്രം കൊടുക്കുന്നതല്ലേ കിറ്റ്. ഇത് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നതാണ് സാധനം. സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന സാധനം തമിഴ്നാട്ടിൽ നിന്ന് ഈ സഞ്ചി വാങ്ങി ആ സഞ്ചിയിലിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതാണ് കിറ്റ്. ആ സഞ്ചി വാങ്ങിയതിൽ 5 കോടി കമ്മീഷൻ വാങ്ങിയ പാർട്ടിയാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. പെൻഷൻ അവർ കൊടുത്തു, അത് സത്യ. മറ്റൊന്നും അവർ കൊടുത്തിട്ടില്ല. UDF അധികാരത്തിലെത്തിയാൽ UDFന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനും UDFന്റെ നയങ്ങൾ തീരുമാനിക്കാനും കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയാൽ ആ അണികൾക്കുള്ള ആവേശം നിലനിർത്താമെന്നും ഈ പുതുതായിട്ടെത്തുന്ന കോൺഗ്രസ് സർക്കാരിന് നല്ല രീതിയിൽ സംഘടനാപരമായി പിൻബലം കൊടുക്കാൻ കെ സുധാകരൻ രണ്ട് കാര്യം എന്റെ സ്റ്റാൻഡ് അണികൾക്ക് അങ്ങനൊരു പ്രതീക്ഷയും. രണ്ട് കാര്യം. ഒന്ന്, ഞാൻ KPCC അധ്യക്ഷനാവണോ ആവണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ പാർട്ടിയുടെ ഹൈക്കമാൻഡാണ്. അവർ തീരുമാനം എടുക്കാത്തിടത്തോളം കാലം ഞാൻ അതിനെക്കുറിച്ചിട്ട് ഭാവനയിൽ കണ്ടിട്ട് പ്രതികരിക്കുന്നതിൽ ശരിയല്ല. ആവാം. പക്ഷേ 2, എൻ്റെ പ്രചരണം എൻ്റെ പാർട്ടി അണികളിൽ ആവേശമുണ്ടാക്കുമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാൻ 100% സക്രിയമായിരിക്കും. എല്ലാ ജില്ലയിലും ആകാവുന്നത്ര സ്ഥലങ്ങളിൽ പ്രചരണത്തിന് ഞാൻ പോകും. പ്രവർത്തകന്മാരെ ഒന്ന് തട്ടി ഇളക്കാനുള്ള എല്ലാ പ്രവർത്തനത്തിലും ഇലക്ഷന്റെ ഫ്രണ്ടിൽ ഞാനുണ്ട്. അത് കേന്ദ്ര നേതൃത്വത്തിന് താങ്കൾ കൊടുക്കുന്ന ഒരു സൂചന കൂടിയാണ്. ഞാൻ സക്രിയമായി തെരഞ്ഞെടുപ്പിൽ UDFന് അധികാരം എപ്പോഴും സജീവമായി ഉണ്ടാവും. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ യോഗ്യനാണ് എന്നൊരു സൂചന കൂടിയുണ്ട്. അവിടെ ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഒരാളോടും ഈ സമയം വരെ എന്നെ KPCC പ്രസിഡന്റ് ആക്കണം എന്ന്
കെ സുധാകരൻ എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഒരാളോടും. KPCC അധ്യക്ഷനായി എത്തുകയാണെങ്കിൽ ഇന്ദിരാഭവനിൽ വെച്ച് ആദ്യത്തെ അഭിമുഖം എനിക്ക് തരും. അതൊരു ഒരു 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 എന്താ പറയുക, ചരടില്ലാത്ത ഒരു കെട്ടാണ്, ചരടില്ലാത്തൊരു കെട്ടാണ്. അങ്ങ് കൂട്ടിക്കെട്ടിക്കോളൂ. അത് വരട്ടെ, വന്നപ്പോൾ നമുക്ക് ആലോചിക്കാം. താങ്ക് യു. ഓക്കെ. Hard News in